ഇത്രയും വലിയൊരു ഓക്കെ കേക്ക് കിട്ടി. അതിൻ്റെ ഉള്ളിൽ നിന്ന് സക്സസ്. പിന്നെ ഈ ഒരു ബ്യൂട്ടിഫുൾ പേജ്. ഇത് പിസ്സയുടെ കണ്ടോ. ഇതിനകത്ത് ഗൈസ് ഞാൻ ഇത് ചാറ്റ് ജിപിടി ഈ കബോർഡിൻ്റെ ഉള്ളിൽ ഹലോ. അപ്പോൾ ഇന്ന് 17th ഒരു 6:30 ആയിട്ടുണ്ട്. ഞാൻ ഓനൊരു ഊബർ ബുക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓനപ്പോൾ ഹലോ ഊബർ ഒരു 1 minute നമ്മുടെ ആ പാലം കയറി ആ വഴി കയറി. ഓനപ്പോൾ അവിടെ കയറി ഒരു ഹ്യൂജ് സാധനം താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവനെ ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ടാണ്. അവന് മുടി വെട്ടാനുണ്ട്, കാറ് വർക്ക്ഷോപ്പിൽ നിന്ന് എടുക്കണം, അങ്ങനെ കുറേ പരിപാടികൾക്കായിട്ട് അവനെ ഈ സമയം വരെ ഞാൻ ഇതാക്കിയിരുന്നു. ഇനി എൻ്റെ കേക്ക് വരൽ എല്ലാം ഞാൻ ഈ ഒരു ടൈമിലാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ച് 12 മണിക്ക് കുറേ ആയില്ലേ കേക്ക് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 12 മണിക്ക് കേക്ക് കട്ട് ചെയ്യുന്നില്ല. മുടിയൊക്കെ വെട്ടി ഫ്ലാറ്റിൽ വരുമ്പോൾ സർപ്രൈസ് സെറ്റായിരിക്കും. എനിക്ക് അധികം സമയമില്ല, അതുകൊണ്ട് ലെറ്റ്സ് ഗോ. ഇത്രയും വലിയൊരു കൊറിയറാണ്. ഐ ഡോണ്ട് നോ ഇത് ഞാൻ എങ്ങനെ റൂമിൽ കൊണ്ടുപോകുന്നു. ഓ മൈ ഗോഡ് ഗൈസ്, ഇത്രയും വലിയ ബോക്സാണ്. ഹ്യൂജ്. എനിക്ക് എടുക്കാനുള്ളതൊക്കെ എടുത്തപ്പോഴേക്കും ഞാൻ ചത്തുപോയി. ഞാനൊരു പരിപാടി ഭയങ്കര ചൂടായിരുന്നു പുറത്ത്. ഇവിടെയാണ് ഞാൻ കേക്ക് സെറ്റപ്പ് ചെയ്യാൻ പോകുന്നത്. കേക്ക് ഓന്തവയാണ്, എനിക്കധികം സമയമില്ല. സോ ഞാൻ എന്തെങ്കിലുമൊക്കെ അതിന്ന് ഉള്ള ഡെക്കോർ ചെയ്യാനുള്ള ഐറ്റംസൊക്കെ ഒന്ന് എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് കാണാം. ഞാൻ കുറേ പേരെ എനിക്ക് കൊച്ചിയിൽ അന്വേഷിച്ചിരുന്നു, പക്ഷേ എനിക്ക് കറക്റ്റ് സമയത്ത് കിട്ടിയില്ല. അപ്പോൾ എനിക്ക് കാലിക്കറ്റ് എന്നൊരു കുട്ടി അയച്ചു തന്നെ. ഞാൻ അവരുടെ പേജ് മെൻഷൻ ചെയ്തേക്കാം. ഞാൻ ഇതൊന്ന് ചെറുതായിട്ട് അൺബോക്സ് ചെയ്യാം, ഫുൾ അൺബോക്സ് ചെയ്തിട്ട് ചെറുതായിട്ട് അൺബോക്സ് ചെയ്തിട്ട് ഇത് പാർട്സ് ആക്കിയിട്ട് എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെക്കണം. ബിക്കോസ് ഇത് നാളത്തെ ഗ്രാൻഡ് ഹാമ്പറാണ്. ഞാൻ പ്രോപ്പറായിട്ട് മൈക്കൊക്കെ വെച്ച് ചെയ്യണമെന്നുണ്ട്, പക്ഷേ മൈക്കൊന്നും കാണുന്നില്ല. ഓൾറെഡി ഞാൻ ചൂടെടുത്ത് വേർത്ത് ഞാൻ ഒന്ന് സെറ്റിലാവട്ടെ. ഇത് മെയിനായിട്ട് ഇത് ഡിക്കോർ ചെയ്യാൻ എളുപ്പമാണ്, പക്ഷേ ഇത് ഷൂട്ട് ചെയ്യണം. അതിനിടയിൽ എനിക്ക് ഈ ഒരു സാധനം ഹൈഡ് ചെയ്യണം. ഇത്രയും വലുത് ഈ ഒരു കുഞ്ഞ് വീട്ടിൽ ഞാൻ എങ്ങനെ ഹൈഡ് ചെയ്യുന്ന അറിയില്ല. അപ്പോൾ പ്രേ ഫോർ മീ ഗൈസ്, പ്രേ ഫോർ മീ. ക്യൂട്ട് കാൻഡിൽസ് ആണ് ഗൈസ്. ഞാൻ വിചാരിക്കുന്നത് ഇത് ഡിക്കോർ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്കൊരു പിസ്സയൊക്കെ ഉണ്ടാക്കണം എന്നുണ്ട്. ഞാൻ റോസ് ഓർഡർ ചെയ്തിട്ട് എനിക്ക് കിട്ടിയത് വേറെന്തോ ഒരു പൂ. ഓക്കെ, കേക്കൊക്കെ എടുത്തു, ചേട്ടൻ എത്താനായിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ എൻ്റെ ഡിക്കോർ ഐറ്റംസ്. ഇത് വെച്ച് ഞാൻ എന്തെങ്കിലും ആക്കാൻ പറ്റുമോ എന്ന് നോക്കാം. ഓക്കെ ഞാൻ താഴേക്ക് വരാം. ഒന്ന് 2 മിനിറ്റ് വെയിറ്റ്. അപ്പോൾ കേക്ക് കിട്ടി. യെസ്, ഹണി കേക്കിലത്തെ കേക്കാണ് കേട്ടോ. ലെറ്റ്സ് ഗോ. ഇതൊരു ക്യൂട്ടായിട്ടുള്ളൊരു സാധനമാണ്. പിന്നെ ഇതും ഞാൻ പറഞ്ഞ ബർത്ത്ഡേ കേക്കാണ്. ഇപ്പോൾ റിവീൽ ചെയ്യല. ഞാൻ പറഞ്ഞത് ഡിക്റ്റോ ആക്കി കൊടുത്ത് ഒരു ക്യൂട്ടായിട്ടുള്ളൊരു കേക്കാണ്. കാണിച്ചു തരാം, പക്ഷെ ഇതിപ്പോൾ ഒന്ന് ഫ്രിഡ്ജിൽ വയ്ക്കട്ടെ. ഇതിനായി ഞാൻ എത്ര സമയം സ്പെൻഡ് ചെയ്യണമെന്ന് അറിയില്ല. ഭയങ്കര കെയർഫുള്ളായിട്ടാണ് പാക്ക് ചെയ്ത്, പക്ഷേ ഇത് അൺബോക്സ് ചെയ്യാൻ കുറേ സമയം എടുക്കുന്നു. ഞാൻ ഇതൊന്ന് അൺബോക്സ് ചെയ്തിട്ട് വരാം. അതിൻ്റെ ഉള്ളിൽ നിന്ന് സക്സസ്ഫുള്ളി ഒരു ബോക്സ് ഞാൻ എടുത്തു. ഇനി ഞാനപ്പോൾ ഈ കബോർഡിൻ്റെ ഉള്ളിൽ ഈ ഒരു ഭാഗത്തേക്ക് ഒരിക്കലും വിഷ്വൽ കിട്ടില്ല. ഇവിടെയാണ് ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചത്. ബേബി ദിസ് ഇസ് ഹിയർ, റൈറ്റ് ഹിയർ. പിന്നെ ഈ ഒരു വലിയ ബോക്സ് ഇവിടെ. ഇപ്പോൾ 7:30 ആവും. മുടി വെട്ടിയിട്ട് കാറ് വീട്ടിൽ കൊണ്ട് കൊടുക്കാൻ പോയി എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ അവൻ വീട്ടിൽ കൊടുത്ത് തിരിച്ച് വരുന്ന ആ ഒരു ½ hour സംതിങ്ങേ നമുക്കുള്ളൂ. ആ ടൈമിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇവിടെ ക്ലീനാക്കി ഇടണം. ഇത്രയും നേരമായിട്ട് ഒന്നും ആയിട്ടില്ല. ഞാൻ ഇതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് ചുമ്മാ വെച്ചു. ഇതാണ് ഇതിൻ്റെ യൂസ്. കുറച്ച് ഇങ്ങനത്തെ ഒക്കെ ലൈറ്റ്സ് വെച്ചു. ഈ സാധനം കണ്ടോ, ഇതിനകത്തും ഞാൻ ഈ ലൈറ്റ് വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ചെയ്തിട്ടൊന്നും അങ്ങോട്ട് റെഡി ആവുന്നില്ല. ഒരു എന്താ പറയുക, ഒത്തില്ല എന്നൊക്കെ പറയുന്ന പോലെ ഇല്ലേ. ഇത് ഫിക്സ് ചെയ്യാൻ വല്ല വഴിയുണ്ടോന്ന് ഞാൻ ഒന്ന് ചാച്ചിപ്പിറ്റ് എടുത്ത് ചോദിച്ചു നോക്കട്ടെ. ഇങ്ങനെ ഈ ഒരു കോർണറിൽ ഇങ്ങനെ വെക്കുമ്പോൾ കുഴപ്പമില്ലല്ലോ. ഇനി കുറച്ച് ബലൂൺസ് ഉണ്ടെങ്കിൽ ഈ ഒന്ന് ഫില്ലായി ഭംഗിയായിട്ട് നിൽക്കുമെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഒരു ഭയങ്കര ഒരു എംപ്റ്റിനെസ് ഉണ്ട്. ഇതാണ് എൻ്റെ ഒരു ചെറിയൊരു കുഞ്ഞ് സെറ്റപ്പ്. ഇതാണ് ഗൈസ്, ദിസ് ഈസ് മൈ സെറ്റപ്പ്. അപ്പോൾ ഗൈസ് അവൻ്റെ ഒരു ഗിഫ്റ്റ് ഇവിടെ എത്തി, ഫൈനൽ ഗിഫ്റ്റ്. ഇതൊക്കെ എന്താണെന്ന് നാളെ അൺബോക്സ് ചെയ്യാം. ഞാൻ ചാറ്റ് ജിപിടിയുടെ അടുത്ത് ചോദിച്ചത് ആൻഡ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തത്. എങ്ങനെയുണ്ട് ഗൈസ് മൈ കഴിവ്? ഹൗ ഗുഡ് ആം ഐ? കുഴപ്പമില്ല.
പിന്നെ എൻ്റെ സ്പെഷ്യാലിറ്റി എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറേ സമയം കിട്ടി. അവനും അവൻ പുറത്തായിരുന്നു. ഞാനിത് 12 മണിക്ക് മുന്നേ ചെയ്യുന്നത്. അവൻ എക്സ്പെക്റ്റ് ചെയ്യില്ല ഈ ഒരു ടൈമിൽ. അവൻ 12 മണിക്ക് കേക്ക് കട്ടിങ് എന്നൊക്കെ ഉള്ള മൈൻഡായിരിക്കും. ഇതിപ്പോൾ അവൻ വർക്ക്ഷോപ്പിൽ പോയി, വീട്ടിൽ പോയി, മുടി വെട്ടി, അങ്ങനത്തെ കുറേ ബെനിഫിറ്റ്സ് എനിക്കുണ്ട്. ഇത് പിസ്സയുടെ മാവാണ്. ഇത് പരത്തി സെറ്റാക്കണം. പരത്തിയിട്ട് ആദ്യം ഇതൊന്ന് വേഗം വെക്കാം. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇനി കേക്ക് കൂടെ സെറ്റ് ചെയ്യാനുള്ളൂ. ഞാൻ ഔട്ട്ഫിറ്റൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കേക്ക് ഒന്ന് സെറ്റ് ചെയ്തിട്ട് കാണിച്ചാൽ ഇതാണ്. യെസ്, ദിസ് ഈസ് ദ കേക്ക്. ഈ കേക്ക് ഞാൻ ഒന്ന് സൂക്ഷിച്ചതിൽ വെക്കട്ടെ. പിന്നെ ഈ ഒരു ബ്യൂട്ടിഫുൾ പേസ്ട്രി മേടിച്ചു. പക്ഷെ ഇത് ഒരെണ്ണം കണ്ടോ ചളങ്ങിപ്പോയി. കണ്ടു ഗൈസ്, ഇത് ഭയങ്കര നല്ല കിടിലൻ പേസ്ട്രി ആയിരുന്നു ഹണി കേക്കിൻ്റെ തന്നെ. കേക്ക് കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതാണ് ഗൈസ് ലുക്ക്. പക്ഷേ എനിക്ക് വിഷമമായിപ്പോയി ഈ ഒരു സാധനം അങ്ങനെ ആയിപ്പോൾ. ബട്ട് കുഴപ്പമില്ല. ഞാനൊരുമാതിരി ഊള ഡ്രസ്സിലായി പോയല്ലടി. ഞാൻ അതുകൊണ്ടാണ് പോവാൻ നേരത്തെ നല്ല ഷർട്ട് എടുത്ത് തന്നത്. കൊള്ളാം. എങ്ങനെയുണ്ട്? കഷ്ടപ്പെട്ടല്ലോ കുറച്ച്. ഓ മൈ ഗോഡ്, ഞാനിതൊരു കാരണവരെ സഞ്ചിയായിട്ട് പച്ചമാങ്ങ കൊണ്ടുവന്നത്. പച്ചമാങ്ങ ഞാൻ തിന്നൂലല്ലോ, അത് നിനക്കല്ലേ. ഹൗ ഈസ് ഇറ്റ്? കൊള്ളാം കൊള്ളാം. ഇറ്റ്സ് ഗുഡ്, ഇറ്റ്സ് ഗുഡ്. ക്യൂട്ടായിട്ടുണ്ടല്ലോ. എന്റെ ഒരു ചെറിയൊരു കോപ്പി ഇത് വാങ്ങിയ ബേബി. ഞാൻ ഇതൊക്കെ ഓൾറെഡി ആദ്യമേ സെറ്റ് ചെയ്തതാണ്. ബട്ട് എടാ അതില് കുറച്ച് ഇങ്ങനെ മറ്റേ അമർന്നിരിക്കരുത് കേട്ടോ. അത് ഞാൻ ബലൂൺ കഷ്ടപ്പെട്ട് സെറ്റ് ചെയ്ത് വെച്ചതാ. ഡ്രസ് മാറ്റിട്ട് വന്നാ കേക്ക് കട്ടെ. കേക്ക് നോക്ക്. എന്തായാലും ഇത് കേക്കാണോ? നോ ടച്ച്. കേക്ക് എവിടുന്നാന്നറിയോ? ഹണി കേക്ക്. ഹണി കേക്കിൻ്റെതാണോ? എനിക്കറിയാം ഇവള് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു. ക്യാമറയിലൊക്കെ എന്തൊക്കെ ഉണ്ട് ഗൈസ്. ക്യാമറ പിടിച്ചവള് കുലിക്കുന്നൊക്കെ തോന്നുന്നു. പക്ഷെ ഞാൻ ഇവിടെ ഇങ്ങനെ ഒന്നും പ്രതീക്ഷിച്ചില്ല. സംതിങ് ഫ്രഷ്. എനിക്കിപ്പോൾ ഐഡിയ ഇവിടെ ചെയ്താൽ നല്ല ഭംഗിയുണ്ട്. നല്ലൊരു ഫ്രെയിം. ആക്ച്വലി ദിസ് ഇസ് ഗുഡ് റൈറ്റ്. നല്ലൊരു ഭംഗിയുണ്ട്. ഉള്ളത് വൃത്തിയിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്ന് നാളെ പെരുന്നാളായിട്ട് മറ്റേ റെഡ് കാറ് നന്നാക്കിയിട്ട് വീട്ടിൽ കൊടുക്കാൻ വേണ്ടി പോയത്. ആ വ്ളോഗൊക്കെ വരും. ആ വരുന്നതിന് ശേഷം നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. ഓ മൈ ഗോഡ്, ദിസ് ഇസ് സംതിങ് എൽസ്. യെസ്, താങ്ക് യു ബേബി. താങ്ക് യു ബേബി. കുട്ടി അങ്കുണ്ടാ കക്കക്ക് വ്ളോഗിലേക്ക് ആയിപ്പോയി. ഓ ചക്കരക്കുട്ടി, ചക്കരക്കുട്ടി കഷ്ടപ്പെട്ടൊക്കെ ബ്ലോഗ് എടുക്കാൻ കഷ്ടപ്പെട്ടു. ഇത് ഡെക്കോർ ചെയ്യാൻ ബ്ലോഗ് എടുക്കാൻ നല്ല പണി ഇതിന്റെ ഇടയിൽ. ഐ നോ ദാറ്റ് തിങ് ബ്രോ. അപ്പോ ദിസ് ഈസ് മൈ ബർത്ത്ഡേ ബോയ് ബർത്ത്ഡേ സെറ്റപ്പ് ആൻഡ് നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. Yes, I want to eat the cake. Happy birthday to me. ഹാപ്പി ബർത്ത്ഡേ. ഓ വേർതിരിക്കുന്നു. ഞാൻ വേർതിരിക്കുന്നു. ഈ ഫാൻ ഇടാൻ പറ്റില്ല, ഈ സാധനം ഉണ്ടായോണ്ട്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ഡിയർ സാലി. യു വിൽ ബി അമേസ്ഡ് ബൈ ദിസ് കേക്ക്. കേക്ക് എങ്ങനെയുണ്ട്? കേക്ക് അടിപൊളി കേക്ക്. ഓ, നീ സ്വന്തമായിട്ട് ഉണ്ടാക്കിയാണോ? യെസ്, ഐ ന്യൂ ദാറ്റ്. ഇതിന്റെ സ്മെല്ലാണ് അപ്പൊ അവിടെ കേൾക്കുന്നല്ലേ. ബ്രോ ഫാന്റാസ്റ്റിക്. അപ്പൊ ഞങ്ങള് എന്ത് ഗിഫ്റ്റാ തരുന്നത് നമുക്ക് നോക്കാം.
ഓന് ക്ഷമയില്ലാത്തോണ്ട് ഇപ്പൊ വന്ന ഈ സാധനം തന്നെ കുടുക്ക കഴിക്കും. കണ്ണടച്ച് ഡോറ് തുറക്ക്. കണ്ണടച്ച് ഡോറ് തുറന്ന് വാ വാ വാ. ഞാൻ എന്നിട്ട് ഇരുത്തണോടത്ത് ഇരിക്കണം. കണ്ണ് തുറക്കരുത്. ആ കുറച്ച് നീങ്ങിരിക്കുക. കണ്ണ് തുറക്കല്ല കേട്ടോ. കണ്ണ് ഇല്ല ഇല്ല ഇല്ല. എനിക്കറിയാം എന്താത്. Because I have a huge problem with air. Me and air. അതിലൊന്നുമില്ല ഇതില്. അത് ഓഫ് ചെയ്ത്. കാണാൻ ക്യൂട്ടല്ലേ? കൊള്ളത്തില്ലേ? കാണാൻ ക്യൂട്ടാണ്. ആക്ച്വലി ഇറ്റ്സ് റിയലി ക്യൂട്ട്. ഓ മൈ ഗോഡ്, നല്ല ക്യൂട്ടില്ലേ മോനെ. ഇത് ആക്ച്വലി ഇത് എന്താന്ന് ഇപ്പൊ അവർക്ക് മനസ്സിലായി. നീ പറഞ്ഞ ഇല്ല ഇല്ല പറഞ്ഞു. ഇത് എന്തേലും പേരെന്താ? ഹ്യൂമിഡിഫയർ. ഇറ്റ്സ് എ ഹ്യൂമിഡിഫയർ. ഇത് നിങ്ങൾ വിചാരിക്കുമ്പം ഇത് ചെറിയ സംഭവമായി തോന്നും. ബട്ട് എൻ്റെ ഇതില് എനിക്ക് ഉറങ്ങണമെങ്കിൽ ഞാൻ നേരത്തെ കണ്ടുപിടിച്ചു. എനിക്ക് ഡ്രൈ ഐസ് ഉണ്ടാവും. എനിക്ക് ഒരിക്കലും ഉറക്ക് ശരിയാവില്ല. സോ എനിക്ക് ഉറക്ക് ശരിയാവണമെങ്കിൽ ഇവന്റെ കണ്ണ് ഭയങ്കര ഡ്രൈ ആവും. അത് ഇവന് നമുക്കത് ചിലർക്കുള്ള പ്രശ്നമാണ്. അത് മാറ്റാൻ കഴിയില്ല. അതിന് മെഡിസിൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോ ഇതേപോലെ ഹ്യൂമിഡിഫയർ ഇട്ടാൽ ഡ്രൈ ആവത്തില്ല. കണ്ണ് ഡ്രൈ ആയി കഴിഞ്ഞാൽ തലവേദന വരും. ഡ്രൈ ആവത്തില്ല. ഐ മീൻ എന്തുകൊണ്ടാ വെച്ചാൽ നമ്മൾ എയറിലുള്ള വാട്ടർ കണ്ടന്റ് നിലനിർത്തിക്കും. സോ ക്യൂട്ട്. അപ്പൊ നാളെ നമുക്ക് പുറത്തെവിടെയും പോവാം. ഇനി എന്തെങ്കിലും ഗിഫ്റ്റ് ഉണ്ടാവോ? ഉണ്ടാവില്ല. ആക്രാന്തം പാടില്ല. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടല്ലേ കാണാന്? സോ ബ്യൂട്ടിഫുൾ. ഇനി കുട്ടിയെ മാതിരി നോക്കോ? നോക്കാം. അതൊക്കെ ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കിട്ട് പറയാം എന്താ അവസ്ഥ. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. ലവ് യു, ടേക്ക് കെയർ, ബൈ. എല്ലാവരും എൻ്റെ ബേബിനെ ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യുക. ഈ മെന്നാണ് പൂക്കി. ഈ ആമ്പിള്ളേർക്കൊക്കെ ഇതേപോലെ പാമ്പർ ചെയ്യുന്ന ഇഷ്ടമാണ്. നിങ്ങളുടെ ബോയ് ഫ്രണ്ട്സിനും ഹസ്ബൻഡ്സിനൊക്കെ ഇതേപോലെ ഗിഫ്റ്റ് ചെയ്യുക. ഇതേപോലെ പൂക്കി തരാം. വേണ്ടേ, ഞാൻ റിട്ടേൺ ആയിട്ട്. അപ്പോൾ ബൈ.